വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 19 എൻ്റെ മുത്തുമണീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 3 വയസ്സായി എൻ്റെ മുത്തുമണിക്ക്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും മുത്തുമണി ആരാന്ന്. എൻ്റെ ഏച്ചിൻ്റെ മോളാണ്. ഏച്ചിൻ്റെ മോളെന്ന് എല്ലാം എനിക്ക് പറയാൻ ഇഷ്ടം, എൻ്റെ മോളെന്ന് പറയാനേ ഇഷ്ടം സത്യം പറഞ്ഞാൽ. അപ്പോൾ മുത്തുമണീൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എല്ലാ കൊല്ലവും അമ്മയും ഞാനും പായസവും എല്ലാം വെച്ചിട്ട് കുട്ടിക്കെല്ലാം കൊടുക്കലുണ്ട്. പിന്നെ അങ്ങനെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തും എല്ലാം ഞാൻ കൊടുത്തിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എന്താ മുത്തുമണിയെ കുറിച്ച് എന്താ പറയാന്ന് വെച്ചാൽ, ഞാനും അമ്മയും ഏച്ചിയും അതുപോലെ തന്നെ ആ സമയത്ത് കല്യാണം കഴിച്ച ചേട്ടനും, ആ ഒരു ഫാമിലിയിൽ നിന്ന് നമുക്ക് എന്താ പറയുക, കണ്ണ് നിറയുന്നു. നിധി പോലെയാണ് നമ്മളെ പൊന്നിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇമോഷണലായിപ്പോയി കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കരയാണ്ട് ഇത് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ സോറി കേട്ടോ, എനിക്ക് പെട്ടെന്ന് ഇമോഷണലാവും. പ്രത്യേകിച്ച് മോളെ കാര്യം പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുറച്ച് കൂടുതലാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഏച്ചി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ ആ സമയം അബുദാബിയിലാണെന്നല്ലോ. അപ്പോൾ നമ്മളെ നാട്ടിലും ഞാനും അമ്മയും നാട്ടിലും ഓക്കെ ആയി. അപ്പോൾ ഞാനും അമ്മയും നാട്ടിൽ, ഏച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഏച്ചിക്ക് പിന്നെ ഛർദി എന്നെല്ലാം വെച്ചാൽ പിന്നെ പ്രഗ്നൻ്റ് ആയ എല്ലാവർക്കും ഉണ്ടാവും ഛർദിയെല്ലാം. പക്ഷെ ഡെലിവറി വരെ ഛർദിയായിരുന്നു. ഛർദിനേക്കാളും കൂടുതലെന്ന് വെച്ചാൽ അവൾക്കിങ്ങനെ ഉമിനീര് വന്നുകൊണ്ടിരിക്കും വായിന്. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് അവളുടെ ഇടയിലെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു മൊത്തം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഏച്ചി പറയും പറ്റുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം ഏട്ടൻ, അതായത് ഏച്ചിൻ്റെ ഹസ്ബൻഡ്, ഏട്ടൻ അതുപോലെ ഏച്ചിനെ നോക്കിയിട്ടുണ്ട്. കാരണം വേറെ ആരുമില്ല, നമ്മളെ നാട്ടിലാണ്. ഏച്ചിക്ക് ജോലി ചെയ്യണം, ലീവില്ല, നാട്ടിലേക്ക് വരാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. അങ്ങനെയെല്ലാം കൊണ്ട് അവിടെ തന്നെയായിരുന്നു. അപ്പം പിന്നെ അവൾക്ക് ഇങ്ങനത്തെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പ്രഗ്നൻസിയിലായിരിക്കും ഇതുപോലത്തെ ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് സലൈവ വന്നുകൊണ്ട് എന്നിട്ട് അവൾ എവിടെയെല്ലാം ഇങ്ങനെ പൊട്ടി, ചുണ്ടിനെല്ലാം ഫുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിരുന്ന് കാണാൻ നല്ല ഹൃദയം പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഏച്ചിയും അമ്മയും ഏട്ടനും കോട്ടയത്തെ അമ്മയും അച്ഛനും എല്ലാവരും നല്ലപോലെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ മുത്തുമണി നമ്മളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അത്രയും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ 9 മാസത്തിൽ അമ്മ 8 മാസം തുടങ്ങുമ്പോൾ അമ്മ അബുദാബിയിലേക്ക് പോയി. പിന്നെ എനിക്കൊരു ആശ്വാസമായി, എന്ന് വെച്ചാൽ അമ്മ ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ഇത്രയും നാളും ഒറ്റയ്ക്ക് എല്ലാം സഹിച്ചിട്ട് സ്വന്തമായിട്ട് വെക്കുന്ന ഫുഡ് കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്ന കേൾക്കാം. അപ്പം ഏച്ചിക്കും അങ്ങനെ തന്നെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ട, ഓറഞ്ചും മാത്രം കഴിച്ചത് ആ സമയത്ത്. അപ്പോൾ വെയിറ്റ് നല്ല കുറവായിരുന്നു പൊന്നൂന്. പിന്നെ ഡെലിവറി ആ ഒരു 8 മന്തിലെ സ്കാനിങ്ങിലെങ്ങാനും IUGR പോലെ വെയിറ്റ് നല്ല കുറവായിരുന്നു. അമ്മ എത്തിയതിന് ശേഷം അമ്മ മുളപ്പിച്ചതും അങ്ങനെ ഇങ്ങനെയെല്ലാം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുകൊടുത്തിട്ട് അവൾ അങ്ങനെ കുറേ കഴിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ആ ഡെലിവറി ടൈമിൽ ആ വെയിറ്റ് ഉണ്ടായത് മോള്. പിന്നെ ഏട്ടൻ നല്ലപോലെ നോക്കിയിട്ടുണ്ട് ഏച്ചീനെ. അപ്പോൾ അങ്ങനെ അമ്മ അങ്ങ് അബുദാബിയിലേക്ക് പോയ സമയത്ത് ഞാനും അപ്പാപ്പനും മാത്രം നാട്ടിലായി. ആ സമയത്താണ് അപ്പാപ്പനിങ്ങനെ ഇഷ്യൂ വന്ന് അപ്പാപ്പനെ ഒരു സർജറി എല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പാപ്പ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുറച്ച് ദിവസം അപ്പാപ്പ അമ്മേൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മാത്രം, ഒരു 1 വീക്ക് അങ്ങനെയെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അപ്പാപ്പനെ ഇല്ലാണ്ട് പറ്റൂലായിരുന്നു. ഞാൻ അപ്പാപ്പനും കൂടി തന്നെയായിരുന്നു വീട്ടിൽ നിന്നത്. അപ്പോൾ അങ്ങനെ ഡെലിവറി ടൈമിൽ അപ്പാപ്പനും ഞാനും മാത്രമേ വീട്ടിലുണ്ടായിട്ടില്ല ഏച്ചിൻ്റെ ഡെലിവറി സമയത്ത്. അപ്പോൾ അഡ്മിറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് ഏച്ചി. അപ്പോൾ പിറ്റേന്ന് അന്ന് തന്നെ പറഞ്ഞു ഇങ്ങനെ 3 സെൻറ്റിമീറ്റർ അങ്ങനെ എങ്ങാണ്ട് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കി. പിറ്റേന്ന് എന്താ വേണ്ട ഫുൾ ഡേ അല്ല 2 ഡേയ്സ് എങ്ങാണ്ട് അവൾ നല്ല പോലെ വേദന സഹിച്ച്. അങ്ങനെ ഒരു 8-9 സെൻറ്റിമീറ്റർ എല്ലാം ഓപ്പണായി. പക്ഷേങ്കിൽ ബേബി പുറത്തേക്ക് വരുന്നില്ല. അപ്പം ഇങ്ങനെ അവളെ ആലോചിച്ചിട്ടും വയറ്റിലുള്ള കുഞ്ഞിനെ ആലോചിച്ചിട്ടും ഞാൻ ഇവിടുന്ന് ടെൻഷൻ അടിച്ചടിച്ചടിച്ച് അപ്പം ഞാൻ ഫുള്ള് ഷെയർ ചെയ്തന്നേരം അപ്പം എൻ്റെ ന്യൂബോൺ ICUലുള്ളവരും പിന്നെ എന്താ വെച്ചാൽ എൻ്റെ താഴേന്ന് ബിന്ദു ചേച്ചി, അതായത് എൻ്റെ വലിയച്ഛൻ്റെ മോളെ ചേച്ചിയും കൂടി തന്നെ എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ടായത്. പിന്നെ അപ്പാപ്പനും ഞാനും കൂടിയിട്ട് ഇങ്ങനെ കണ്ണ് തട്ടിയിരിക്കുക എന്നെല്ലാം പറയില്ല, അതുപോലെയായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയെല്ലാം പറയുന്നത് സത്യം പറഞ്ഞാലേ
എൻ്റെ ഏച്ചി ഞാനും അങ്ങനെ മാത്രമുള്ള ആ ഒരു ലൈഫല്ലേ. അപ്പോൾ അവളിങ്ങനെ വേദന സഹിച്ച് നിൽക്കുമ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ദൈവമേ ഞാൻ ഒരിക്കലായിരുന്നു. സത്യം പറയാലോ, അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഒട്ടും ഞാൻ ഉറങ്ങിയിട്ടില്ല. എങ്ങനെയല്ലോ കൂടിയിട്ട് രാവിലെയായി ഡ്യൂട്ടിക്ക് പോയി. വൈകുന്നേരം ഏച്ചിനെ അഡ്മിറ്റ് ആക്കിയെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് നൈറ്റ് കഴിഞ്ഞ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അപ്പം അപ്പനും ടെൻഷൻ അടിച്ചിരിക്കുന്നു. അങ്ങനെ ഉച്ചവരെ ഞാനിങ്ങനെ മുലയിൽ ഇങ്ങനെ നിൽക്കലാന്ന്. എന്താ അവസ്ഥ ചേച്ചി അന്ന് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ചേച്ചി നമ്മളെ നാട്ടിലെ പോലെ അല്ലല്ലോ. പിന്നെ അവിടെ ഫോണെല്ലാം യൂസ് ചെയ്യുക ലാബ് റൂമിൽ. ഹസ്ബൻഡിനെയും അമ്മയും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എൻ്റെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെയാണെന്ന് അങ്ങനെയാണെന്ന് ഏട്ടനും പറഞ്ഞില്ല. അപ്പോൾ ചേച്ചിയായിട്ട് അങ്ങനെ മെസ്സേജ് അയക്കും എല്ലാം ചെയ്യുമ്പോൾ ചേച്ചി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും ആയിപ്പോവും അങ്ങനെയെല്ലാം പറയുമ്പം ടെൻഷനായി. പിന്നെ ചേച്ചിക്ക് ഫോൺ നോക്കാൻ ഒട്ടും പറ്റാണ്ടായി. അപ്പോൾ ഇവരാരുടെ അടുത്തൊന്നും പറയുന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വിടുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ചത്ത പോലെയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊരു 1:30 ആ സമയങ്ങളുണ്ടാകുമ്പം ചേച്ചി പ്രസവിച്ചു. പിന്നെ നോർമൽ ഡെലിവറിയാണ്. പിന്നെ മുത്തുമണി വന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞ് ഞാൻ ആകെ ഇമോഷണലായിപ്പോയിട്ടാ. ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഇതൊന്നുമില്ല, അമ്മാതിരി ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. സ്റ്റിച്ച് നമ്മളെ നിങ്ങൾക്ക് റെക്റ്റം വരെ അങ്ങനെ ആനൽ ഓപ്പണിങ് അതുവരെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര പെയിനായിരുന്നു ചേച്ചിക്ക്. അങ്ങനെ ചേച്ചിക്ക് ഫീഡിങ് ഒന്നും പറ്റിയില്ല. നോർമൽ ഡെലിവറി എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിച്ചേ ഇടുള്ളൂ, പിന്നെ അത് ഓക്കെ ആയിട്ട് വരും. പക്ഷേ ചേച്ചിക്ക് CS ചെയ്യാനും സിസേറിയൻ ചെയ്യാനും പറ്റുന്നില്ല, നോർമലും പറ്റുന്നില്ല. ബേബീൻ്റെ ഹെഡ് വന്ന് സ്റ്റക്കായി നിന്നുകൊണ്ട് ഭയങ്കരമായിട്ട് പിന്നെ അവർ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെല്ലാം കൊണ്ടുപോയി പോലെ ചേച്ചീനെ. അങ്ങനെയെല്ലാം കൂടിയിട്ട് ഫുൾ എപ്പിസിയോട്ടമി. നിങ്ങൾക്ക് ആ വേർഡ്സിൽ അറിയുമെന്നറിയില്ല. അതായത് സ്റ്റിച്ച് ഇട്ടിട്ട് കീറിയിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടാണ് പൊന്നുവിനെ പുറത്തെടുത്ത്. പിന്നെ ചേച്ചിക്ക് ഫുൾ ബ്ലീഡിങ് എല്ലാം ആയിട്ട് BP എല്ലാം ഫോളായി ആകെ പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് പറയാലും കഷ്ടപ്പെട്ടിട്ട് മുത്തോണി വന്നു. അതേ തുടർന്ന് പിന്നെ എന്താ പറയുക, നാട്ടിൽ വന്ന് പിന്നെ ചേച്ചിൻ്റെ സ്റ്റിച്ചെല്ലാം പെട്ടെന്നെല്ലാം ഉണക്കിയിട്ട് അവിടെ നിന്നൊന്നും ഹീലായിട്ടില്ലായിരുന്നു. നാട്ടിൽ വന്ന് പിന്നെ ഞാനും പെട്ടെന്ന് തന്നെ ഞാൻ മിനി മാഡത്തിനോട് ചോദിച്ചിട്ട് മരുന്നെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായത് ഞാൻ മിനി മാഡത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ, ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ മാഡത്തോട് ചോദിച്ചിട്ട് ഞാൻ ഓയിൽമെൻറ്റെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് മുറിവിന് മരുന്നെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ മോളെ വളർച്ച ആ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് പൊന്നിന്. അത് തൊട്ടിട്ട് പിന്നെ 6 മന്ത് വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് 6 മന്ത് ചേച്ചിക്ക് ലീവ് കിട്ടീന്. ഒരു 5 മന്തൊക്കെ ലീവ് ഉണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട്. അപ്പോൾ അങ്ങനെ മുത്തുവാണീൻ്റെ ചോറൂണും കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാൻ 2 മാസം ലീവ് എടുത്തിട്ട് മുത്തുവാണി അങ്ങ് അബുദാബിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ അവളുടെ കൂടെ ഞാനൊരു 7-8 മാസം വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളെല്ലാം ആ സമയം വരെയുള്ള എല്ലാ വളർച്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ വിട്ട് വരുന്ന സമയത്ത്. എൻ്റെ ദൈവമേ, പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ചേച്ചി. അവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പം നാട്ടിലേക്ക് വരുമ്പം ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ ചേച്ചീൻ്റെ മോളാന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയാം, അല്ല ഇത്രയും അറ്റാച്ച്മെൻറ്റ് ഇത്രയും ഇമോഷണലും ആയിട്ട് കണ്ടുകൊണ്ട് ചോദിച്ചതാണ് അങ്ങനെ പറഞ്ഞു. അത്രയും ഞാൻ അവളായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാ, എനിക്ക് എത്രയെന്ന് പറയാൻ കഴിയില്ല. അപ്പം അങ്ങനെ 1 വയസ്സ് കഴിഞ്ഞ് നാട്ടിൽ വന്ന് 1 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സ് കഴിഞ്ഞ് ഇപ്പം 3ാമത്തെ വയസ്സാണ് പൊന്നിന്. അപ്പോൾ അങ്ങോട്ടേക്കും നല്ലൊരു വർഷം ഉണ്ടാവട്ടെ മുത്തുമണിക്ക്. അപ്പോൾ എല്ലാ സക്സസ്സും ഒക്കെ എല്ലാം അവളെ ലൈഫിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മേമൻ്റെ ചക്കരക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഞാൻ മുത്തോണിൻ്റെ ബർത്ത്ഡേ എല്ലാം ആയതുകൊണ്ട് ഞാൻ കുറച്ച് പാലട പായസം വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് വെക്കുന്നത്. വീട്ടിൽ നിന്ന് വെച്ചതെല്ലാം അമ്മയാണ്. പിന്നെ മിക്സ് എല്ലാം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെക്കാമല്ലോ. അപ്പം അമ്മയും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കിയിട്ട് അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കാം. അങ്ങനെ നമ്മളിതാ പാലട പായസം മിക്സാണ് കേട്ടോ. അപ്പോൾ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പം പാലട അതിനകത്ത് മിക്സ് ചെയ്യുക. കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്താൽ നല്ല അടിപൊളി പായസമാക്കാം കേട്ടോ. നമ്മൾ വേറെ
എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, അത്ര നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ ആ പായസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം കുറച്ചതാണ്, എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ പാലട മിക്സ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് പാലട. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. മെയ്ഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഞാൻ പിന്നെ ആ ഒരു മിൽക്ക് മെയ്ഡും കൂടി ഇട്ടാൽ ആ ഒരു നല്ല കൺസിസ്റ്റൻസി നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ കുറച്ചും കൂടി മധുരം ഇട്ടാൽ നമുക്ക് പായസമല്ലേ, അതുകൊണ്ട് ഇട്ടതാണ്, ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസും കുറച്ച് നെയ്യും കൂടി ആക്കും കേട്ടോ, അത് മാത്രമേ ഇതിന് വേണ്ടൂ. അപ്പോൾ അങ്ങനെ എൻ്റെ മുത്തോണീൻ്റെ പായസം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആയിട്ടാകുമ്പം കുട്ടിക്കെല്ലാം കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതാ അമ്പാടിക്കും കണ്ണനും കൂടിയിട്ട് കൊടുക്കാൻ പോക്കാന്ന് കേട്ടോ. പായസവും ലഡുവും കൂടിയിട്ട്. അമ്പാടിയും കണ്ണൻ നമ്മളെ ഏട്ടൻ്റെ കുട്ടികളെ തന്നെയാണ് എപ്പോഴും ഇവിടത്തേക്ക് ഓടി വരുന്നതാണ്, ഐശു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുത്തുമണീൻ്റെ ബർത്ത്ഡേക്ക് കുട്ടിക്ക് കൊടുത്തിട്ട് വരട്ടെ. ഒരു ഉമ്മ എടുത്തേ. എങ്ങനെയുണ്ട് പായസം? അടിപൊളി. അപ്പം അച്ഛൻ കുടിച്ചു, വെള്ളം കുടിച്ച് സൂപ്പർ പായസം. മുത്തുമണീൻ്റെ ബർത്ത്ഡേൻ്റെ വക പായസം പ്രലം കൊടുത്തു. അമ്പാടി വിഷ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.